ഹായ് ഹലോ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാട്രിയോട്ട് എന്ന മൂവി കണ്ടു. ഇത് എൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ്. ഇങ്ങനെയാണ് സിനിമ എന്ന് ഞാൻ എവിടെയും അവകാശപ്പെടുന്നില്ല. എൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. ടെക്നിക്കലി ടു ഗുഡായ നല്ല കോണ്ടന്റ് ഡ്രീവണായ ഒരു മൂവി. അതും ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെ റെലവൻ്റ് ആണ് ആ ടോപ്പിക്. അതിലേക്ക് ബിഗ് ഗംസ് എന്ന് പറയുമ്പോൾ തന്നെ ഐ എം സോ ഹാപ്പി. കാരണം ഒരു ഇൻഡസ്ട്രിയിലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു 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 സംഭവമാണ് പടത്തിലുള്ളത്. അതും ഇങ്ങനെയൊരു ടോപ്പിക് സാധാരണ നമ്മൾ 2020 കാണുന്ന പോലെ മുണ്ടുമടി അടി ആ സാധനം നല്ലത്. ഇത് പക്ക കോണ്ടന്റ്, എവിടെയാണ് അവരെ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണ് എങ്ങനെയാണ് അത് ആ സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ നല്ല ധാരണയോടെ മഹേഷ് നാരായണൻ പക്കയായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെ അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരു 2020 ഒരു ദുരന്തരോ അല്ലെങ്കിൽ ഒരു മംഗലശ്ശേരി നീലകണ്ഠനെ കാണാനായിട്ട് അത് പ്രതീക്ഷിച്ച് തിയേറ്ററിലോട്ട് വരരുത്. ഇത് പക്ക സ്റ്റോറി ബേസ്ഡ് കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അതാദ്യം മനസ്സിൽ ഒരു ധാരണ വെച്ച് വേണം ഈ സിനിമയ്ക്ക് വരാനായിട്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ വർക്കാവും. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് റിവ്യൂവേഴ്സ് ഇപ്പോൾ വന്ന് ഒരു മൊമെൻറ്റ്സ് ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അത് ഏറ്റുപിടിക്കുന്ന കുറേ ഓഡിയൻസിനെ ഞാൻ കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ജോണർ മനസ്സിലാക്കി ഒരു സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് ഏത് മൂവിയാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ തല്ലിപ്പൊളി മൂവീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഇത് അങ്ങനെ പോകേണ്ട ഒരു മൂവിയല്ല, വളരെ നല്ലൊരു മൂവിയാണ്. സോ ഡോണ്ട് സ്പ്രെഡ് ഹെയ്റ്റ്. നിങ്ങൾ സിനിമ കാണുക, നിങ്ങൾ ഒപ്പീനിയൻസ് പറയാം, അല്ലാതെ മറ്റുള്ള റിവ്യൂവേഴ്സിൻ്റെ ഒപ്പീനിയൻസ് എടുത്ത് നിങ്ങൾ നടക്കരുത്. സോ നിങ്ങൾക്ക് ആ സിനിമയെ പറ്റി എന്താണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.